2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായി കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വഴി അധികാരത്തിലെത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഇതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ചും 2025 വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ മുന്നേറ്റം അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതായത് എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അത് ആ തരംഗം തന്നെയായിരിക്കും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പോലും പറയുകയുണ്ടായിരുന്നു, തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇപ്പോഴേ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അനൗദ്യോഗികമായ ഒരു പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഒരു കരട് പട്ടിക തയ്യാറായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെയും അവരുടെ വിവരങ്ങളെയും സംബന്ധിച്ചിരിക്കുന്ന കരട് പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ആ അനൗദ്യോഗിക പട്ടികയെ ബലപ്പെടുത്തി തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന് കൂട്ടിച്ചേർക്കാം. ആദ്യത്തേത് വർക്കലയാണ്. അത് കൃത്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വർക്കലയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ വർക്കല കഹാർ തന്നെയായിരിക്കും വീണ്ടും ഇത്തവണയും സ്ഥാനാർത്ഥിയാവുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ ദുർബല ഘട്ടത്തിൽ കൂടെ നിന്ന വ്യക്തി എന്നുള്ള നിലയിൽ വർക്കല കഹാർ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ അതേസമയം തന്നെ എം.ജെ. ആനന്ദിന്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ എം.ജെ. ആനന്ദിന് യുവാക്കളുടെ ഏറെ പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കോൺഗ്രസ് വിട്ടുകളയുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അടുത്തത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് RSP ആണ് മത്സര രംഗത്തുള്ളത്. അടുത്തത് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലമാണ്. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഒന്ന് BS അനൂപിന്റെ പേരും മറ്റൊന്ന് KS അജിത് കുമാറിന്റെ പേരുമാണ് നിലവിൽ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അടുത്തത് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലമാണ്. നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ PS പ്രശാന്ത് ആയിരുന്നു മുൻപ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. പിന്നീട് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് CPM-ലേക്ക് മാറുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് പദവി കൂടി അദ്ദേഹം അലങ്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നെടുമങ്ങാട് നിർത്തുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം കൂടി ചുമലിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BRM ഷെരീഫും മറ്റൊന്ന് പാലോട് രവിയുമാണ്. അടുത്തത് വാമനപുരമാണ്. വാമനപുരത്ത് ആനാട് ജയനാണ് മത്സരത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമണി P. നായരുടെ പേര് കൂടി പരിഗണിക്കപ്പെട്ടിരുന്നു. അവസാന നിമിഷം വരെ രമണി P. നായരായിരിക്കും മത്സരിക്കുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവസാനം പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലാണ് രമണി P. നായരുടെ പേര് പൂർണ്ണമായും വെട്ടിയതായി കാണുന്നത്. പിന്നീട് അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും വിരോധവും എല്ലാം തന്നെ കോൺഗ്രസിന്റെ ഉള്ളിനുള്ളിൽ അലയടിക്കുന്ന കാഴ്ചയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് തന്നെയാണെങ്കിലും ആനാട് ജയന്റെ പേരും അതേസമയം തന്നെ രമണി P. നായരുടെ പേരും രണ്ടുപേരുടെയും പേര് പരിഗണനാ പട്ടികയിലുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ ആരുടെ പേര് വേണമെങ്കിലും പരിഗണിക്കപ്പെടാനും തിരുത്താനുമുള്ള സാധ്യതയുണ്ട്. അടുത്തത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് ഇത്തവണ മത്സരിക്കുന്നത് M.A. വാഹിദ് ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് കഴക്കൂട്ടം വലിയ തരത്തിൽ വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം വലിയ തരത്തിൽ വാർത്തകളെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് BJP-യുടെ സ്ഥാനാർത്ഥി ഒന്നുകൊണ്ട് മാത്രമാണ്. ശോഭാ സുരേന്ദ്രനായിരുന്നു അന്ന് BJP-യെ പ്രതിനിധാനം ചെയ്ത കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ തരത്തിൽ മുന്നേറാൻ സാധിച്ചില്ല. ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് M.A. വാഹിദിനെ കോൺഗ്രസ് നിർത്തുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് M.A. വാഹിദ് എന്ന വ്യക്തിയെ കഴക്കൂട്ടത്ത് മത്സര രംഗത്തേക്ക് കോൺഗ്രസ് ഇറക്കുന്നത്. ഇനി വീണ്ടും BJP-യുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ BJP-യുടെ ഒരു ഉയർന്നു വരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുൻകൂട്ടി കാണുന്നുകൂടിയുണ്ട് കോൺഗ്രസ് ഇത്തവണ. അടുത്തത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരൊറ്റ മത്സരാർത്ഥിയുടെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. അത് K. മുരളീധരന്റെ പേരാണ്. K. മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം താൻ ഇനി വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പേരുകളൊന്നും തന്നെ വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നില്ല. K. മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. K. മുരളീധരൻ പലപ്പോഴായി വിളിച്ച വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം
പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കുന്നു എന്ന സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം ഇനി മത്സര രംഗത്തേക്കില്ല എന്നും പറയുന്നുമുണ്ട്. ഇനി തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ഇത്തവണ മത്സരിക്കുന്നത് MLA ആയി ശബരിനാഥിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം തന്നെ നേമത്ത് 3 പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്ന് മണക്കാട് സുരേഷ്, VR ഹരി, വീണ S നായർ എന്നീ 3 പേരുകളാണ് നേമത്ത് ഉയർന്നു കേൾക്കുന്നത്. അടുത്തത് അരുവിക്കര നിയമസഭാ മണ്ഡലമാണ്. അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് പാലോട് രവിയുടെ പേരാണ്, മറ്റൊന്ന് വിതുര ശശിയുടെയും പേരാണ്. കാട്ടക്കട നിയമസഭാ മണ്ഡലത്തിൽ M ശക്തിന്റെയും വേണുഗോപാലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കോവളത്ത് M വിൻസെന്റിന്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ DCC പ്രസിഡന്റായ സനലിന്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം പാറശാലയിൽ VS ശിവകുമാറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പേരുകളെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അനൌദ്യോഗികമായി പുറത്തുവന്ന വിവരങ്ങൾ മാത്രമാണ്. ഔദ്യോഗികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തന്നെ K മുരളീധരൻ മാത്രമാണ് തനിക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വിവരം പുറത്തു പറയുന്നത്. പക്ഷേ അതേസമയം മറ്റാരുടെയും പേര് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിലെല്ലാം തന്നെ സാരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. BJPയുടെ വോട്ട് ബാങ്കിൽ സാരമായ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJPയുടെ വൻ കുതിച്ചുചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ കോൺഗ്രസിനാണെങ്കിലും അഥവാ UDF മുന്നണിക്കാണെങ്കിലും വലിയ തരത്തിലുള്ള ക്ഷീണമാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് ഒരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെ ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ക്ഷീണമാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുകൂലമായ സാഹചര്യം, അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്കെല്ലാം തന്നെ കരുത്തു പകരുന്നത്.